നമസ്കാരം, ഞാൻ റജിന ഇസ്മായിൽ. അൽഖിലാർ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ജനറൽ സ്പോർട്സ് അതോറിറ്റി ചെയർമാനായി വീണ്ടും നിയമിതനായതിൽ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദിന് അഭിനന്ദന പ്രവാഹം. സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സിന്റെ ആദ്യ ഡെപ്യൂട്ടി ചെയർമാനും ജനറൽ സ്പോർട്സ് അതോറിറ്റി ചെയർമാനും ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫയ്ക്ക് ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ GSA ചെയർമാനായി വീണ്ടും നിയമിച്ച ഉത്തരവിന്റെ ഭാഗമായി സ്പോർട്സ് ഫെഡറേഷന്റെയും ക്ലബ്ബുകളുടെയും തലവന്മാരിൽ നിന്നും മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും അഭിനന്ദന സന്ദേശങ്ങൾ ലഭിച്ചു. ബഹ്റൈന്റെ കായിക നേട്ടങ്ങൾ ഉയർത്താനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളിൽ രാജാവിന് തുടർന്നും വിജയം ആശംസിച്ചു. 2030 യൂത്ത് സിറ്റി സന്ദർശിച്ചതിന് രാജാവിന്റെ ഹിസ് ഹൈനസ് ഷെയ്ഖ് നാസർ ബിൻ ഹമദ് നന്ദി പറഞ്ഞു. യുവ ബഹ്റൈനികളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനുമുള്ള പ്രധാന വേദി 2030 യൂത്ത് സിറ്റിയെ സന്ദർശിച്ചതിന് രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയോട് മാനുഷിക പ്രവർത്തനങ്ങൾക്കും യുവജന കാര്യങ്ങൾക്കുമുള്ള രാജാവിന്റെ പ്രതിനിധിയും സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ചെയർമാനുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫ നന്ദി പറഞ്ഞു. ബഹ്റൈനിലെ യുവജന മേഖലയ്ക്കുള്ള രാജാവിന്റെ പിന്തുണയാണ് ഈ സന്ദർശനത്തിലൂടെ പ്രതിഫലിക്കുന്നതെന്നും ദേശീയ വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനും യുവാക്കളുടെ നിർണായക പങ്കിലുള്ള രാജാവിന്റെ വിശ്വാസത്തെ ഇത് അടിവരയിടുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ ദേശീയ സംരംഭത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും അദ്ദേഹത്തിന്റെ സന്ദർശനം അഭിമാനകരമായ ഒരു അനുഭവമാണെന്ന് ഹിസ് ഹൈനസ് കൂട്ടിച്ചേർത്തു. യുവജന കേന്ദ്രീകൃത പരിപാടികളുടെയും സംരംഭങ്ങളുടെയും വികസനത്തിൽ വഴികാട്ടുന്ന പ്രചോദനമായ ഒരു രാജകീയ ദർശനം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നുവെന്ന് അദ്ദേഹം എടുത്തു കാണിച്ചു. പത്തേമാരി ബഹ്റൈൻ ചാപ്റ്ററിന് പുതിയ നേതൃത്വം. പത്തേമാരി പ്രവാസി മലയാളി അസോസിയേഷൻ ബഹ്റൈൻ ചാപ്റ്ററിന് പുതിയ ഭരണസമിതി അംഗങ്ങൾ നിലവിൽ വന്നു. പ്രവാസി ക്ഷേമം ലക്ഷ്യമിട്ടുള്ള വിവിധ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ച അസോസിയേഷൻ പുതിയ നേതൃത്വത്തിന്റെ കീഴിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങുന്നു. പത്തേമാരി സ്റ്റേറ്റ് കമ്മിറ്റി സെക്രട്ടറി സനോജ് ഭാസ്കർ, കോർ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഇറക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് 2025-27 പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തത്. രക്ഷാധികാരികൾ മുഹമ്മദ് ഇറക്കൽ, സനോജ് ഭാസ്കർ, പ്രസിഡന്റ് അനീഷ് ആലപ്പുഴ, സെക്രട്ടറി അജ്മൽ ഇസ്മായിൽ, ട്രഷറർ ബിപിൻ കുമാർ അടങ്ങിയ കമ്മിറ്റി ചുമതലയേറ്റു. സാമൂഹിക സേവനവും പ്രവാസി അവകാശ സംരക്ഷണവും മുൻനിർത്തിയുള്ള പരിപാടികൾ പ്രഖ്യാപിക്കുമെന്ന് സെക്രട്ടറി അജ്മൽ ഇസ്മായിൽ പറഞ്ഞു. പത്തേമാരി പ്രവാസികളുടെ അതിജീവന കഥകളെ പ്രതിനിധീകരിക്കുന്നതായും പുതിയ തലമുറയെ സജീവമായി സാമൂഹിക പ്രവർത്തനങ്ങളിൽ ആകർഷിക്കുകയുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും പ്രസിഡന്റ് അനീഷ് ആലപ്പുഴ പറഞ്ഞു. അസോസിയേഷൻ വരും മാസങ്ങളിൽ വെൽഫെയർ ക്യാമ്പുകളും കലാ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. വേരറിഞ്ഞ് നേരറിഞ്ഞ് അധ്യാപക പരിശീലനം. പാഠ്യപദ്ധതിയെ കൂടുതൽ ഫലപ്രദമാക്കാനും കുട്ടികളുമായി മികച്ച ബന്ധം സ്ഥാപിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ട് നാട്ടറിവുകളും നാട്ടുനന്മകളും മുൻനിർത്തി മലയാളം മിഷൻ ബഹ്റൈൻ ചാപ്റ്ററും ബഹ്റൈൻ കേരളീയ സമാജം മലയാള പാഠശാലയും സംയുക്തമായി വേരറിവ് നേരറിവ് എന്ന പേരിൽ അധ്യാപക പരിശീലന കളരി സംഘടിപ്പിച്ചു. കേരള ഫോക്ലോർ അക്കാദമി യുവ പ്രതിഭ പുരസ്കാര ജേതാവും പ്രമുഖ നാടൻ കലാപ്രവർത്തകനും മലയാളം മിഷൻ റിസോഴ്സ് പേഴ്സണുമായ ഉദയൻ കുണ്ടംകുഴിയാണ് ക്യാമ്പ് നയിച്ചത്. നാടൻ പാട്ടുകളും നാട്ടറിവുകളും കേവലം വിനോദോപാധികൾ എന്നതിലുപരി കുട്ടികളുടെ സമഗ്രമായ വികസനത്തിന് സഹായിക്കുന്ന മികച്ച വിദ്യാഭ്യാസ ഉപാധികളാണെന്നും ഇവ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് കുട്ടികളിൽ പഠനത്തോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുകയും അവരെ കൂടുതൽ അറിവുള്ളവരും സാമൂഹികമായി ഇടപെടുന്നവരുമാക്കി മാറ്റുകയും ചെയ്യുമെന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കളരി ചുട്ടപ്പെടുത്തിയതെന്ന് ഉദയൻ കുണ്ടംകുഴി പറഞ്ഞു. മലയാളം മിഷന്റെ സ്ഥാപകാംഗവും ആദ്യ ചെയർമാനുമായിരുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ആരംഭിച്ച
പരിശീലന കളരിക്ക് സമാജം സാഹിത്യ വിഭാഗം സെക്രട്ടറി വിനയ് ചന്ദ്രൻ ആർ നായർ സ്വാഗതവും, സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ ആശംസകളും, ചാപ്റ്റർ കോർഡിനേറ്റർ രജിത അനി കൃതജ്ഞതയും രേഖപ്പെടുത്തി. മലയാളം മിഷൻ ബഹ്റൈൻ ചാപ്റ്ററിലെ വിവിധ പഠന കേന്ദ്രങ്ങളായ ബഹ്റൈൻ കേരളീയ സമാജം, ബഹ്റൈൻ പ്രതിഭ, പ്രവാസി ഗൈഡൻസ് ഫോറം, ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി, മുഹറം മലയാളി സമാജം, യൂണിറ്റി ബഹ്റൈൻ തുടങ്ങിയവയിൽ നിന്നുള്ള 50-ൽ പരം അധ്യാപകർ പരിശീലന കളരിയിൽ പങ്കെടുത്തു. ചാപ്റ്റർ സെക്രട്ടറി ബിജു M സതീഷ് ഏകോപനം നിർവഹിച്ചു. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുമായ ശ്രീ VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ സാംസ്കാരിക സമിതി അനുശോചനം രേഖപ്പെടുത്തി. പ്രസിഡന്റ് ബാബു മാഹിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അനുശോചന യോഗത്തിൽ ജനറൽ സെക്രട്ടറി അനിൽകുമാർ AB സ്വാഗതം പറഞ്ഞു. ഉപദേശക സമിതി അംഗം വത്സരാജൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. 102 വയസ്സുവരെ ജീവിച്ച ഒരു സമര പോരാളി, കേരളത്തിന്റെ ചരിത്ര നിർമ്മിതിയിൽ നിസ്തുലമായി സേവനം നൽകിയ ജനകീയ നേതാവ്, അദ്ദേഹത്തിന്റെ മരണം അംഗീകരിക്കാൻ കേരളീയ സമൂഹം തയ്യാറായിരുന്നില്ല എന്നത് തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും കൂടിയ ആപാലവൃദ്ധം ജനങ്ങൾ നേർസാക്ഷ്യമായി. തോരാത്ത മഴയെ കുറിച്ചാതെ മണിക്കൂറുകളോളം തങ്ങളുടെ പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ അന്തിമോപചാരം അർപ്പിക്കാൻ പുഷ്പചക്രങ്ങളും പുഷ്പവൃഷ്ടിയുമായി ഊണില്ലാതെ ഉറക്കമില്ലാതെ കാത്തുനിന്നത് VSന്റെ ജനകീയ മുഖം കാട്ടിത്തന്നു. ട്രഷറർ റിയാസ് കല്ലമ്പലം, ഉപദേശക സമിതി അംഗം മുരളീകൃഷ്ണൻ, ജേക്കബ് കുശുമൻ, മനീഷ് പൊന്നോത്ത്, വിനീത് മാഹി, സുധീർ ചുരക്കൽ, സുനിൽ നീലശ്ശേരി, ഹർഷർ എന്നിവർ സംസാരിച്ചു. VSന്റെ വിയോഗം കേരളത്തിന്റെ സമര പോരാളിയുടെ വിടവാങ്ങൽ. മുൻ കേരള മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നീ നിലകളിൽ കഴിഞ്ഞ 80 വർഷത്തോളം കേരളത്തിൽ നിറഞ്ഞു നിന്ന സമര പോരാളിയാണ് VS അച്യുതാനന്ദന്റെ വിയോഗത്തിലൂടെ കേരളത്തിന് നഷ്ടപ്പെട്ടതെന്ന് ബഹ്റൈൻ IMCC കമ്മിറ്റി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. 3 ദിവസങ്ങളിൽ ആയി കേരളം നൽകിയ തുല്യതയില്ലാത്ത അന്ത്യയാത്ര VS കേരളീയ മനസ്സിൽ എത്രമാത്രം ആഴത്തിൽ വേരൂന്നിയിരുന്നു എന്നതിന്റെ നേർസാക്ഷ്യമായിരുന്നുവെന്നും ബഹ്റൈൻ IMCC അനുശോചന പ്രമേയത്തിൽ പറഞ്ഞു. പ്രസിഡന്റ് മൊയ്തീൻ കുട്ടി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. PV സുരാജ്, ഹാഫിസ് തൈക്കണ്ടി, ഷമീർ, ഷാനവാസ് എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി കാസിം സ്വാഗതവും സെക്രട്ടറി ഷെരീഫ് നന്ദിയും പറഞ്ഞു. BMC ന്യൂസ് ലൈവിൽ ഇനി മറ്റൊരു ഇടവേള. സ്വാഗതം. പ്രോട്ടീൻ സമ്മർ ഫിയസ്റ്റ സീസൺ 2 ആശ്രയ ഷിപ്പ്യാർഡിൽ കൗതുകം നിറഞ്ഞ വിദ്യാഭ്യാസ സന്ദർശനം. KMCC ബഹ്റൈൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രോട്ടീൻ സമ്മർ ഫിയസ്റ്റ സീസൺ 2ന്റെ 14ാമത് ദിവസം വിദ്യാർത്ഥികൾക്ക് ആവേശം നിറഞ്ഞൊരു പഠനാനുഭവമായി. അറബ് ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് റിപ്പയർ യാർഡ് സന്ദർശനം വിദ്യാർത്ഥികൾക്കും പരിശീലകർക്കും ഒരുപോലെ കൗതുകമുണർത്തി. കപ്പലുകളുടെ നിർമ്മാണം, പരിചരണം, ടാർഗറ്റ് മാനേജ്മെന്റ് തുടങ്ങി വ്യാവസായിക പ്രവർത്തനങ്ങളെ കുറിച്ച് നേരിൽ കണ്ടും ഉദ്യോഗസ്ഥരുമായി സംവദിച്ചും വലിയൊരു വിദ്യാഭ്യാസ അനുഭവമാണ് സംഘത്തിന് ലഭിച്ചത്. വിദ്യാർത്ഥികൾക്ക് നിർമ്മാണ രംഗത്ത് താല്പര്യങ്ങൾ വളർത്താനും പുതിയ തൊഴിൽ ദിശകളെ കുറിച്ച് ആലോചിക്കാനും പ്രചോദനമായ സന്ദർശനം പഠനത്തോടൊപ്പം അനുഭവം കൂടി ചേർന്നപ്പോൾ വളർച്ചയ്ക്ക് പുതിയ വഴികളാണ് തുറന്നത്. പ്രത്യേകമായി തയ്യാറാക്കിയ വീഡിയോ പ്രദർശനം, ഷിപ്പ്യാർഡിൽ ജീവനക്കാരുടെ നേതൃത്വത്തിൽ നടന്ന ടൂർ, സംശയ നിവാരണം എന്നിവ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുകയും തങ്ങളുടെ കാഴ്ചപ്പാടുകളും ചോദ്യങ്ങളും തുറന്നു പറയാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്തു. ഷിപ്പ്യാർഡ് സേഫ്റ്റി ഓഫീസർ അഹമ്മദ് ദിൽഷാദ്, മുഹമ്മദ് ദർവേഷ് എന്നിവർ ഷിപ്പ്യാർഡ് പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു. പ്രവാസ ജീവിതത്തിലെ പരിമിതികളെ മറികടന്ന് വിദ്യാർത്ഥികളെ മൂല്യാധിഷ്ഠിത ആശയങ്ങളിൽ ഉറപ്പിച്ചു നിർത്തി വ്യക്തിത്വ വികസനം, ലൈഫ് സ്കിൽസ്, ഹാബിറ്റ്സ് മോൾഡിംഗ്
ക്രിയേറ്റിവിറ്റി, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, ഡിജിറ്റൽ ലിറ്ററസി തുടങ്ങിയ അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രോട്ടീൻ സമ്മർ ഫെസ്റ്റിന്റെ ഭാഗമായി ഇനിയുള്ള ദിവസങ്ങളിലും വ്യത്യസ്ത അനുഭവങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഒരുക്കുന്നതായി ട്രെയിനർമാരായ റോസിം ഹാറൂൺ, ഹിഷാം അരിക്കോട്, അൻഷിദ് പാരത്ത് എന്നിവർ അറിയിച്ചു. ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രോട്ടീൻ സമ്മർ ഫെസ്റ്റിയുടെ ഗ്രാൻഡ് ഫിനാലെ ഓഗസ്റ്റ് 1-ന് KMCC ഹാളിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ നടക്കുമെന്ന് ജില്ലാ കമ്മിറ്റി അറിയിച്ചു. കാരുണ്യം വാട്സ്ആപ്പ് ഗ്രൂപ്പ് ബഹ്റൈൻ ലോഗോ പ്രകാശനവും സ്ഥാനാരോഹണ ചടങ്ങും സംഘടിപ്പിച്ചു. ബഹ്റൈന്റെ പ്രവാസ ഭൂമികയിൽ ഒരു വർഷക്കാലമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാരുണ്യം വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലോഗോ പ്രകാശനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും BMC ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. ചടങ്ങിൽ മുഖ്യാതിഥിയായി BMC ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. EV രാജീവൻ, മനോജ് മൈനൂർ വിശിഷ്ടാതിഥികളായി. അൻവർ നിലമ്പൂർ ചടങ്ങിന് നേതൃത്വം നൽകി. ഗോപാലൻ VC ആമുഖ പ്രസംഗവും നടത്തി. ഭാരവാഹികളായി ചെയർമാൻ അബ്ദുൽ ഹമീദ്, പ്രസിഡന്റ് CB കുര്യൻ തോമസ്, ജനറൽ സെക്രട്ടറി ദിവ്യ ഗോപകുമാർ, ട്രഷറർ നൌഷാദ് ഹസൻ, വൈസ് പ്രസിഡന്റ് സുനീഷ് MS, ജോയിന്റ് സെക്രട്ടറി വിമല പേരമ്പ്ര, രക്ഷാധികാരായ EV രാജീവൻ, ഗോപാലൻ VC, അൻവർ നിലമ്പൂർ, സലീം മാമ്പ്ര, ചാരിറ്റി കൺവീനർ ഹരഫ് അലിക്കുൻ, എന്റർടൈൻമെന്റ് സെക്രട്ടറി മുഹമ്മദ് തൻസീർ, ജനറൽ കോർഡിനേറ്റർ മായ അജു, എക്സിക്യൂട്ടീവ് മെമ്പർമാരായി പ്രഗീഷ് ബാല, ദിൽജിത്ത് പേരാമ്പ്ര, ഷൈലജൻ TM, ഷംല നാസർ, സഫിന ഹസൻ കുൻ എന്നിവർ ചുമതലയേറ്റു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, മെർവിൻ മോനി ഒടിക്കണ്ടത്തിൽ, അബൂബക്കർ വയലിൻ, രാജൻ പേരാമ്പ്ര എന്നിവരുടെ നിര്യാണത്തിൽ ചടങ്ങിൽ അനുശോചിച്ചു. സാമൂഹിക പ്രവർത്തകരായ അജി പി ജോയ്, രാജേഷ് പെൺകുടി, റിജോയ് മാത്യു, അനിമോൻ വാണിയരിൽ, മൊയ്തീൻ കരുളായി എന്നിവർ സന്നിധരായി. ടീം തരംഗിന്റെ ഗാനമേളയും അരങ്ങേറി. ട്രഷറർ നൌഷാദ് ഹസൻ നന്ദിയും പറഞ്ഞു. സ്കൂൾ സമയമാറ്റം നടപ്പാക്കും തീരുമാനവുമായി മുന്നോട്ടെന്ന് മന്ത്രി V ശിവൻകുട്ടി. സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാർ തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. സ്കൂൾ മാനേജ്മെന്റുകളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭൂരിഭാഗം സംഘടനകളും സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. സമയമാറ്റവുമായി ബന്ധപ്പെട്ട് ചില പരാതികളും പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മാനേജ്മെന്റ് അസോസിയേഷനുമായി യോഗം വിളിച്ചത്. എല്ലാവരുടെയും അഭിപ്രായം കേട്ടു. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തതെന്ന് സർക്കാർ യോഗത്തിൽ വിശദീകരിച്ചു. ഭൂരിപക്ഷം പേരും തീരുമാനം സ്വാഗതം ചെയ്തു. ചിലർ വ്യത്യസ്ത അഭിപ്രായം പങ്കുവച്ചു. അതിന്റെ പ്രയാസങ്ങൾ അവരെ അറിയിച്ചു. പരാതികൾ ഉണ്ടെങ്കിൽ അടുത്ത അധ്യയന വർഷം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ സംതൃപ്തരാണെന്ന് സമസ്ത പ്രതികരിച്ചിരുന്നു. അടുത്ത അധ്യയന വർഷം ആവശ്യമായ മാറ്റം വരുത്തുന്നതിന് ചർച്ചകൾ നടത്താമെന്ന് മന്ത്രി ഉറപ്പു നൽകിയെന്നും ഉമർ ഫൈസി മുക്കം പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറപ്പ് പ്രതീക്ഷ നൽകുന്നതാണെന്നും മദ്രസ സമയത്തിൽ മാറ്റം വരുത്തിയില്ലെന്നുമായിരുന്നു ഉമർ ഫൈസിയുടെ പ്രതികരണം. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം മാനേജ്മെന്റിനെ പിരിച്ചുവിട്ടു. സ്കൂൾ സർക്കാർ ഏറ്റെടുത്തു. തേവലക്കരയിൽ സ്കൂളിൽ വെച്ച് 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ കടുത്ത നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ്. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിന്റെ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട് സ്കൂളിന്റെ ഭരണം കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് കൈമാറിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവായതായി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ജൂലൈ 17-ന് ക്ലാസ് റൂമിന് സമീപത്തെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയ മിഥുൻ M എന്ന വിദ്യാർത്ഥിക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഗുരുതരമായ കൃത്യവിലോപം നടന്നതായി കണ്ടെത്തിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കടുത്ത നടപടികൾ കൈക്കൊള്ളുന്നത്. ആദ്യഘട്ടത്തിൽ സ്കൂളിലെ പ്രധാന അധ്യാപികയ്ക്കെതിരെ മാത്രമായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് നടപടി എടുത്തിരുന്നത്. CPM-ന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂൾ മാനേജ്മെന്റിനെ സർക്കാർ സംരക്ഷിക്കുന്നു എന്ന കടുത്ത ആരോപണം ഉയർന്നിരുന്നു. ഇതിനിടയിലാണ് ഈ നടപടി. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.